നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രണ്ട് ദൃശ്യങ്ങൾ കൂടി വ്യക്തമായ ദൃശ്യം. ഇത് ബഹാവൽപൂരാണ്. അതായത് ജെയ്ഷെ മുഹമ്മദിനെ മസൂദ് അസറിന്റെ കളിത്തൊട്ടിൽ ബഹാവൽപൂരാണ് മസൂദ് അസർ ജനിച്ച സ്ഥലം. 1968 മൗലാന മസൂദ് അസർ ജനിച്ച സ്ഥലം ഈ ബഹാവൽപൂരിൽ വെച്ച് ആണ് ഇന്ത്യക്കെതിരെയുള്ള പല ആക്രമണങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജെയ്ഷെ മുഹമ്മദിന്റെ സമയം 500-600 ഭീകരവാദികളെ പരിശീലിപ്പിക്കാനുള്ള ആയുധ പരിശീലനം നടത്താനുള്ള സംവിധാനമുള്ള സ്ഥലമാണ്. ഇവിടെയായിരുന്നു ഇയാളുടെ കുടുംബം ഉൾപ്പെടെ നേരത്തെ താമസിച്ചിരുന്ന പല റിപ്പോർട്ടുകൾ വിശാലമായി കിടക്കുന്ന സ്ഥലമാണ്. ഏറ്റവും വലിയ ടാർഗറ്റ് ഇതായിരുന്നു. മർക്കസ് സുബനല്ല എന്നറിയപ്പെടുന്ന ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ്. ഈ ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രം സമ്പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. മസൂദ് അസറിനും കുടുംബാംഗങ്ങൾക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും പല അഭ്യൂഹങ്ങളുണ്ട്. മസൂദ് അസറിന്റെ ജ്യേഷ്ഠ സഹോദരിയും അവരുടെ ഭർത്താവും കൊല്ലപ്പെട്ടു. 14 പേർ കൊല്ലപ്പെട്ടു. മസൂദ് അസറിന്റെ വീട് ടാർഗറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങിയ വാർത്തകൾ പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് രാവിലെ മുതൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കണക്കുകളിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. 14 പേർ കൊല്ലപ്പെട്ടു, അത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് എന്ന് പറയുന്നു. അതല്ല 17 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. പി ബസന്ത് ഡൽഹിയിൽ വിവരങ്ങളുമായി. ബസന്ത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റാണ് ബഹാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രം. ആ ജെയ്ഷെ കേന്ദ്രത്തെ നേരത്തെ ആക്രമണം നടത്തി. ഒപ്പം മർക്കസ് തൈബയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലഷ്കർ കേന്ദ്രവും. ഈ രണ്ട് കേന്ദ്രങ്ങളും നമ്മൾ പ്രതീക്ഷയേക്കാൾ വലിയൊരു തിരിച്ചടി നമ്മൾ നൽകിയിരിക്കുന്നു. അത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിക്കപ്പുറത്തേക്ക് സമീപകാലത്ത് നമ്മൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നേരിടേണ്ടി വന്ന ആക്രമണങ്ങൾക്കെല്ലാമുള്ളൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു. അതല്ലേ പഴയ പാർലമെന്റ് ആക്രമണത്തിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ, മുംബൈ അറ്റാക്കിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ഉറിയിലെ അറ്റാക്കിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ട് ഞങ്ങളിതാ ഭീകര കേന്ദ്രങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു, ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു, ആ മറുപടിക്കുള്ള സമയമായി എന്ന് പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും ഇതിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസറിൻ്റെ ആസ്ഥാനത്ത് നടത്തിയ ആ തിരിച്ചടി തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. ഈ സുബാനല്ല മർക്കസിന് പുറമെ ജാവൽപൂരിലുള്ള മസൂദ് അസറിൻ്റെ വീട്ടിലും ഇന്ത്യ വ്യോമാക്രമണം നടത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 10ഓളം അല്ലെങ്കിൽ 14 വരെ വരാവുന്ന കുടുംബാംഗങ്ങൾ മരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. അതായത് മസൂദ് അസറിൻ്റെ സഹോദരി ഭർത്താവടക്കം 14ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മസൂദ് അസറിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നു. ലഷ്കർ ഇ തൈബയുടെ കേന്ദ്രമാണ് മുർദിക്കയിലെ മർക്കസ് തൈബെ എന്ന് പറയുന്നത്. ഒസമ ബിൻ ലാഡൻ $10 മില്യൺ ആ മർക്കസ് ഉണ്ടാക്കാനായി നൽകിയത്. ഇവിടെയാണ് കസബിനും അതോടൊപ്പം തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കുമൊക്കെ ഭീകര പരിശീലനം ലഭിച്ച സ്ഥലം. അവിടെ ഹഫീസ് അബ്ദുൾ മാലിക് എന്ന് പറയുന്ന ലഷ്കർ തലവൻ, ഹഫീസ് സയ്യിദിന് പുറമെ മറ്റൊരു ഭീകരൻ കൂടിയുണ്ട്. അവരെ നയിക്കുന്ന അല്ലെങ്കിൽ ഈ ആസൂത്രണങ്ങളൊക്കെ നടക്കുന്ന ഈ ഹഫീസ് അബ്ദുൾ മലിക് കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത്. ലഷ്കർ തന്നെ ഈ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. അതായത് അവരൊരു അനുശോചന സന്ദേശം ഇപ്പോൾ ലഷ്കറിൻ്റെ ഒരു സൈറ്റുകളിൽ വരുന്നുണ്ട്. അതായത് അബ്ദുൾ മാലിക് കൊല്ലപ്പെട്ടു എന്നുള്ളത് തൈബയിലെ മർക്കസിൽ തന്നെയാണ് മരിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവർ പങ്കുവെക്കുന്നത്. ഏതായാലും ഈ രണ്ട് ക്യാമ്പുകൾ, അതായത് ഭീകരരെ പരിശീലിപ്പിക്കുന്ന ഈ 2 സുപ്രധാന ക്യാമ്പുകളാണ് സൈന്യം ലക്ഷ്യമിട്ടത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ 4, ലഷ്കർ ഇ തൈബയുടെ 3, അതോടൊപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദിൻ്റെ 2 ഈ ക്യാമ്പുകളാണ് തകർത്തത് ഇന്ത്യ വ്യോമാക്രമണത്തിൽ. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത വരുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റെ സഹോദരി കൊല്ലപ്പെട്ടു എന്നുള്ള തന്നെയാണ്. സഹോദരിയുടെ ഭർത്താവും കൊല്ലപ്പെട്ടവരിലുണ്ട്. മറ്റ് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ്. അത് ആരൊക്കെ എന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പാക് മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. മസൂദ് അസറിൻ്റെ വസതിയിലും ആക്രമണം നടന്നു എന്നുള്ളത്. മിക്കവാറും ഇത് ഈ ബഹാവൽപൂരിലെ ഈ ക്യാമ്പസിന് അകത്ത് തന്നെ ഉള്ള വസതി ആയിരിക്കണം മിക്കവാറും. അതിനൊരു സ്ഥിരീകരണം ഇനി വരാനുണ്ട്. ഏതായാലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാന താവളം, ഭീകരതയുടെ കേന്ദ്രം, നമ്മൾ ഏറെക്കാലമായി ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അവിടെ കയറി അടിച്ചു തകർത്തിരിക്കുന്നു. 21 ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. മർക്കസ് തൈബയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മർക്കസ് തൈബയിൽ നടത്തിയ ആക്രമണം, അതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നേരത്തെ സൈനിക വാർത്താ സമ്മേളനം, വിദേശകാര്യ സെക്രട്ടറി കൂടി പങ്കെടുത്ത വാർത്താ സമ്മേളനവും നടന്നത്. പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ